അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ വഹാബ് സഖാഫി എന്ന് പറയുന്ന ഒരു സാധു, വഹാബ് സഖാഫി മമ്പാട്, ഈ സാധുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ പള്ളി ദർസിലൊന്നും കുട്ടികളില്ലാത്തത് കൊണ്ട്, പണികളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം മുജാഹിദ് പണ്ഡിതന്മാരുടെ മേക്കെട്ട് കുതിര കയറുന്നതിന് വേണ്ടിയിട്ടും അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുജാഹിദ് പണ്ഡിതന്മാരാകട്ടെ ഈ സാധുവിനെ മെയിൻറ്റ് ചെയ്യുന്നില്ല. അതിന് വളരെ വ്യക്തമായിക്കൊണ്ടുള്ള ഒരു കാരണമുണ്ട്. ആ കാരണം സഖാഫി തന്നെ പറഞ്ഞു തരും നിങ്ങൾക്ക്. ഞങ്ങൾ പറയണത് എന്താ നിങ്ങൾ ചോദിക്കണില്ലല്ലോ. ഇത്ര വലിയ കാക്കത്തൊള്ളായിരം മദ്രസയും കുണ്ടാമണ്ടിയൊക്കെ ഉള്ള നിങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയെങ്കിൽ പിന്നെ എന്താ അപ്പുറത്ത് പറഞ്ഞാല് പറയാത്തത് എരല്ലായിട്ടാ? അതിന് അത് മനസ്സിലാക്കാൻ തലച്ചോറ് മതി. പള്ളി ദർസിൽ കുട്ടികളില്ലാത്തത് കൊണ്ട് സഖാഫിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പത്തെ പണി ഇതാണ്, മുജാഹിദ് പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കുക. പക്ഷെ മുജാഹിദ് പണ്ഡിതന്മാർ എങ്ങനെങ്കിലും ഓനെ ഒന്ന് മെയിൻറ്റ് ചെയ്യണം, എന്നിട്ട് ഓനൊന്ന് പൊങ്ങണം. പക്ഷേ ഇവര് മെയിൻറ്റ് ചെയ്യോ ഇല്ല. കാരണം എന്താ? രണ്ടാമതും അതിന് കാരണം സഖാഫി തന്നെ പറയട്ടെ. നിങ്ങൾക്ക് അഡ്രസ് വേണം. ആര് പോയ ചൈത്താനെ പോലെ ആരെങ്കിലും തെണ്ടുന്നുണ്ടെങ്കിൽ അതൊന്നും തിരിഞ്ഞു നോക്കാനേ ഈ തെരുവ് നായ്ക്കളെ ശല്യമുള്ള അങ്ങാടിയ നമ്മളെ നാട്. അക്കൂട്ടത്തിൽ ഒന്നെങ്കിലും ഓനെ തിരിഞ്ഞു നോക്കണ്ടേ? എന്നാലല്ലേ ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവന്റെ പണി ഇതാണ്, ചളിക്കുണ്ടിൽ ചാടിയിട്ട് മറ്റുള്ള ആളുകളുടെ ദേഹത്തേക്ക് ചളി തെറിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചാടി കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പൊ ആളുകൾ മാറി നിൽക്കും, സ്വാഭാവികമാണ്. അപ്പൊ ഇവന്റെ പൂജ എന്താ? അവനെ പേടിച്ചിട്ടാണോ? അല്ല, മറിച്ച് ശരീരത്തിലേക്ക് ചളിയാകണ്ട എന്ന് കരുതിയിട്ട് മാറി നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? പച്ച നോളാങ്കട്ട് ഒരു ഉളുപ്പില്ലാതെ പറയുക എന്നുള്ളത് അലങ്കാരമാക്കി കൊണ്ട് നടക്കുന്ന സഖാഫിയാണ് ഈ സാധു. നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, പണ്ട് പലരോടും മാഡം മാഡം എന്നൊക്കെ വിളിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ഭയങ്കര വികാരാണ്. ഇവര് മൈക്ക് ഇങ്ങോട്ട് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് പറയേണ്ടത് എന്നൊന്നും അറിയില്ല, അങ്ങോട്ട് താങ്ങും. ഇപ്പോ ഇവിടെ ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫിയുടെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഒടുവിൽ ഹുസൈൻ സലഫിയും സുന്നി ആശയത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് സാധുവിന്റെ ഒരു ക്ലിപ്പ് കയ്യിൽ കിട്ടി. സുബ്ഹാനല്ലാഹ്, പച്ച നുണന്നെ. ഇതന്നല്ലേ ഓന്റെ പണി. എന്നിട്ട് ആ പച്ച നുണയുടെ താഴെ വന്നിട്ട് പല ആളുകളും മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്, ഹിദായത്ത് നൽകട്ടെ ഇവർക്ക്, എന്തൊക്കെ അറിയോ ആ മാറ്റി പറയൽ തുടങ്ങിയല്ലേ. ഈ പച്ച നുണ കേട്ടിട്ട് ഇവന് ലൈക്ക് അടിക്കുന്ന, ഇവന്റെ പേരിൽ മാഷാ അല്ലാഹ് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓല നിലവാരാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഒടുവിൽ ഹുസൈൻ സലഫിയും സുന്നി ആശയത്തിലേക്ക്, ഹുസൈൻ സലഫി ഇപ്പോഴല്ല കുറെ മുന്നിട്ട് പോകുന്നതാണ് സുന്നി ആശയത്തിലേക്ക്, ആ ഷിയ ആശയത്തിൽ നിന്ന്. മനസ്സിലായില്ലേ? എന്നിട്ട് എന്താണ് ഇവിടുത്തെ വിഷയം? ഹുസൈൻ സലഫി പറഞ്ഞു എന്ത്? കേൾക്കി സുഹൃത്തുക്കളെ, കേരളത്തിലെ മുജാഹിദുകൾ ഇത്രയും കാലം പറഞ്ഞത് എന്താണ്? മരണത്തെ ഓർക്കാനാണ് ഖബർ സിയാറത്ത് എന്നാണ്. ആ ഖബർ സിയാറത്ത് മരണത്തെ ഓർക്കാനാണ്. അതിന്റെ അപ്പുറത്തും ഖബർ സിയാറത്തിന് പ്രത്യേകതയില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ അതേ ഹുസൈൻ സലഫി പ്രസംഗിക്കുകയാണ്. എന്താണ് പ്രസംഗിക്കുന്നത്? മരിച്ച ബാപ്പാന്റെ ഖബറിങ്ങ പോണം, മാത്രമല്ല മരിച്ചവർക്ക് വേണ്ടി നന്മ ചെയ്യണം, ബാപ്പാന്റെ ഖബറിങ്ങ തന്നെ പോണം എന്നാണ് ഹുസൈൻ സലഫി പ്രസംഗിക്കുന്നത്. ഇതൊക്കെ ആശയപരമായി ഞങ്ങളെ പ്രബോധനത്തിന്റെ മുന്നിൽ, ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ പടയോട്ടത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആടിയുടയുന്ന നിങ്ങളെ ആദർശരാഹിത്യത്തിന്റെ അടയാളങ്ങളാണ് എന്ന് എന്നോട് ആരാ കുട്ടിയെ പറഞ്ഞത്? കാണിക്കള ചങ്ങായ ധൈര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് മരണത്തെ ഓർക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്, മറ്റൊരു ലക്ഷ്യവും അതിന് ഇല്ല, മറ്റൊരു പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാനില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാർ രേഖകളായിക്കൊണ്ട് വാമൊഴിയായാലും വരമൊഴിയായാലും എഴുതി വെച്ചതോ പ്രസംഗിച്ചതോ ആയ ഒരു കഷ്ണം നിന്നെ കൊണ്ട് കാണിക്കാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുവാ കുഞ്ഞിമോനെ.
ഒന്ന് കൊണ്ടുവാ, നീ ധൈര്യമുള്ളവനാണ് എന്നുണ്ടെങ്കിൽ പച്ച നുണ പറയുന്നോ? മുജാഹിദുകൾ ഖബർ സിയാറത്തിന്റെ ലക്ഷ്യമായി പഠിപ്പിക്കുമ്പോ അള്ളാന്റെ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖബർ സിയാറത്ത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാക്കാൻ, ദുനിയാവിനോട് വിരക്തിയുണ്ടാക്കാൻ, അല്ലെ മനസ്സുകളെ ലോലമാക്കാൻ എന്ന് മാത്രമല്ല, ഖബറാളികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ, ഖബർ സിയാറത്ത് എന്ന് പറയുന്ന സുന്നത്തായ കർമ്മത്തിന്റെ കൂലി കിട്ടാൻ, ഇതൊക്കെ അതിന്റെ ലക്ഷ്യമാണ് എന്നും മുജാഹിദുകൾ പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. പറയും ചെയ്യണം, ബാപ്പാന്റെ കബറിങ്ങ തന്നെ പോണം എന്നാണ് ഹുസൈൻ സലഫി പ്രസംഗിക്കുന്നത്. പോകണമെന്ന് ഇത് ഞങ്ങൾ ഇന്നും ഇന്നലെയും പറയുന്നതല്ല. പക്ഷെ എന്താ സംഭവിച്ചത്? മുജാഹിദുകളെ ഖബർ സിയാറത്ത് അല്ലാഹുവിന്റെ റസൂൽ സുന്നത്തായി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഇന്ന ഇന്ന കാര്യങ്ങൾക്കൊക്കെയാണ് എന്ന് പഠിപ്പിച്ചു. അത് മരണത്തെക്കുറിച്ച് ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഖബറാളികളുടെ അടുക്കലേക്ക്, മക്ബറയിലേക്ക് കടന്നു ചെന്നാൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ അസ്സലാമു അലൈക്കും ദാര ഖൗമിൻ മുഅ്മിനീൻ വഅതാകും മാ തുഅദൂൻ വദൻ മുഅജ്ജലൂൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്ന് റസൂല് പറഞ്ഞതുപോലെ പറയണേ എന്ന് പറഞ്ഞു. ബഖീന്റെ ഖബർസ്ഥാനിലേക്ക് കടന്നു തന്ന അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുമ്മ ഫിർലി അഹ്ലി ബഖീഉൽ അർഖദ്, ബഖീഉൽ അർഖദിന്റെ ആളുകൾക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ഖബറാളികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലല്ലാഹ ലനാ വലകുമുൽ ആഫിയ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ്. മക്ബറയിലേക്ക് കയറി ചെല്ലുമ്പോൾ പറയേണ്ട കാര്യം ഇത് മുജാഹിദുകൾ പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം വേറെയും ഉണ്ട്. ഫഇന്നഹു യരിക്കുൽ ഖൽബ് വതദ്മഉൽ ഐൻ വതുദക്കിറുൽ ആഖിറ, ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാക്കാൻ, കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ, മനസ്സുകളെ ലോലമാക്കാൻ, അതുപോലെ തന്നെ തുദക്കിറുൽ ആഖിറ, ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ, തുദക്കിറുൽ മൗത്ത്, മൗത്ത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ, ഇതൊക്കെ ഖബർ സിയാറത്തിന്റെ ലക്ഷ്യമായി മുജാഹിദുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ അടുക്കലേക്ക്, മയ്യത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലു ഖൈറാ, ഖൈറായ വാചകങ്ങൾ പറയണം. മലാകമാര് ആമീൻ പറയുന്നുണ്ട്. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സമയത്ത് റസൂൽ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ അബൂ സലമക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ആ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മയ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ, രോഗിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ, അതുപോലെ തന്നെ മയ്യത്ത് മറമാടിയിട്ട് തസ്ബീത്തിന് വേണ്ടിയിട്ട് ചോദിക്കണേ. ഇതൊക്കെ മുജാഹിദുകൾ പറഞ്ഞു കൊടുത്തു. ബാപ്പാന്റെ ഖബർ സിയാറത്തും ചെയ്യണം, ഉമ്മാന്റെ ഖബർ സിയാറത്തും ചെയ്യണം, അതുപോലെ തന്നെ എല്ലാ ഖബറുകളും സിയാറത്ത് ചെയ്യാം നമുക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നാൽ ആ ഖബറാളികളുടെ അടുക്കലേക്ക് ചെന്നിട്ട് അവരോട് ചോദിക്കുന്ന സമ്പ്രദായം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അത് പേപ്പട്ടി വിഷ നിവാരണത്തിന് വേണ്ടിയിട്ടല്ല, അതുപോലെ തന്നെ കുട്ടിയെ കിട്ടാനല്ല, അതുപോലെ തന്നെ കാണാതെ പോയ സാധനം കിട്ടാനല്ല, അതുപോലെ ജോലി കിട്ടാനല്ല, കിട്ടിയ ജോലിയിൽ ഉണ്ടാകാനല്ല, ശമ്പളം കൂട്ടിക്കിട്ടാനല്ല, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഖബർ സിയാറത്തെന്നും പറഞ്ഞ് ടൂർ കൊണ്ടുപോകുന്നത്. അത് നിങ്ങൾ സാറയെ കാണിച്ച് സുഹ്റയെ കെട്ടിക്കാനുള്ള പണിയാണ്. അതിനെ എന്നും മുജാഹിദുകൾ എതിർത്തിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സിയാറത്ത് മുജാഹിദുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇവരെന്ത് ചെയ്തു എന്നറിയോ? കേട്ടോ, നമ്മളെ പേരോട് മൊയ്യാരി പറയട്ടെ. സുന്നിയല്ലാത്തവൻ പ്രസംഗിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അടുത്തോ ദൂരെയോ നിന്നിട്ട് കേൾക്കുക, കടുത്ത ഹറാം, കേൾക്കൽ ഹറാം. പിന്നെ ആഖിറത്തിലെത്തിയിട്ട് മുലമാര് പറഞ്ഞില്ല എന്ന് പറയണ്ട, കേൾക്കൽ ഹറാം. സീഡി കേൾക്കലും ഹറാം. ഞാൻ സ്ത്രീകളോടൊക്കെ പറയും, സുന്നിയല്ലാത്തവന്റെ സീഡി കേൾക്കലൊക്കെ ഹറാം. അപ്പൊ മുജാഹിദുകൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തപ്പോ
ഇവരെന്ത് പറഞ്ഞു എന്നറിയോ? മുജാഹിദുകൾക്ക് ഖബർ സിയാറത്തില്ല, അവർ മരിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കൂല, അവര് പിന്നെ ചത്ത പട്ടിയെയും പൂച്ചയെയും ഒക്കെ കുഴിച്ചിടുന്നത് പോലെ കുഴിച്ചിട്ടിട്ട് ഇങ്ങോട്ട് പോരലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി. പ്രത്യേകിച്ച് ഇവർക്ക് ദിക്റില്ല, സ്വലാത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് കണ്ട് അവസാനം ഫത്വയും കൊടുത്തു, മുജാഹിദിന്റെ വഅദ് കേൾക്കല് ഹറാം തന്നെ. കഴിഞ്ഞ് പിന്നെ ഈ സാധുക്കൾ കേൾക്കൂലല്ലോ. കേട്ടാലല്ലേ ചെങ്ങൈമാരെ അറിയുള്ളൂ ഇവരെന്താ പറയണത്, ഇവരുടെ ആശയം എന്താ, ഇവരുടെ ആദർശം എന്താ എന്നുള്ളത് കേട്ടാലല്ലേ മനസ്സിലാകുള്ളൂ. അപ്പോ കേൾക്കല് ഹറാം. പിന്നെ അറിഞ്ഞോണ്ട് ആരെങ്കിലും ഹറാമിന് പോകും? ഇല്ലല്ലോ. അറിഞ്ഞോണ്ട് ആരും ഹറാമ് ചെയ്യൂലല്ലോ. അപ്പൊ ഇവര് കേട്ടില്ല. പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായിട്ട് വന്നപ്പോ, ഫേസ്ബുക്കും അതുപോലെ വാട്സപ്പും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ വന്നപ്പോ ഗത്യന്തരമില്ലാതെ കേട്ടേ മതിയാകൂ എന്നുള്ള രൂപത്തിലേക്ക് വന്നു. മുജാഹിദ് പണ്ഡിതന്മാരുടെ ഖുതുബകളും പ്രസംഗങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യാപകമായി കൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടതോടുകൂടി മുസ്ലിയാക്കന്മാര് അങ്കലാപ്പിലായി. മുജാഹിദുകളിൽ നിന്ന് ഇങ്ങനെ കേൾക്കാണ്. പണ്ട് സമസ്ത വേദികളിൽ നിന്ന് ഇവർക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്നതൊക്കെ മുജാഹിദ് പണ്ഡിതന്മാരിങ്ങനെ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോ ഇവർക്ക് തോന്നുകയാണ്, സുബ്ഹാനല്ലാഹ്, ഇവർക്ക് ഇതൊക്കെ ഉണ്ടോ? ഇവർക്ക് നിസ്കാരമുണ്ട്, ഇവർക്ക് പ്രവാചകനുണ്ട്, ഇവർക്ക് ദിക്റുണ്ട്, ഇവർക്ക് സ്വലാത്തുണ്ട്, ഇവർക്ക് ഖബർ സിയാറത്തുണ്ട്, ഇവര് ഖബറാളികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, ഇവര് ഖബറാളികൾക്ക് വേണ്ടിയിട്ട് സ്വതക്കൊക്കെ കൊടുക്കുന്ന മനുഷ്യന്മാരെന്നെയാണ് എന്നുള്ളതൊക്കെ കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സാധാരണക്കാര് നെട്ടിത്തരിക്കുകയാണ്. അവര് ഉസ്താദന്മാരോട് ചോദിക്കുകയാണ്, ഉസ്താദേ നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് ഇവർക്ക് ഇതൊന്നുമില്ലാന്ന്, ഇവരുടെ വേദികളിൽ ഇന്നിതാ പറയുന്നു എന്ന് പറയുമ്പോ ഇവര് കുടുങ്ങി, മൗലവിമാര് കുടുങ്ങി. ഇനിയിപ്പോ എന്താ പറയാ എന്ന് പറഞ്ഞിട്ട് ഇവരെടുത്ത ഐഡിയയാണ് അത് ഓലിപ്പോ പറയൽ തുടങ്ങിയതാണ്. നമ്മളെ പ്രബോധന പ്രവർത്തനത്തിന്റെ നാദാപുരത്തിന്റെ പോരിഷൊക്കെ പറയുന്നുണ്ട്. നാദാപുരത്തിന്റെ പോരിഷങ്ങൾക്ക് നിങ്ങളെ മറ്റേ നജീബ് മൊയ്ലിയാർ പറഞ്ഞില്ലേ, നാദാപുരം ഖണ്ഡനം 1, നാദാപുരം ഖണ്ഡനം 2, നാദാപുരം ഖണ്ഡനം 3 എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു 40 ആവുമ്പത്തിന് ഇവിടെ ചുന്നി എന്ന് പറയാൻ പറ്റിയ ഒരു സാധനം പിന്നെ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ. പോലീസുമാരെ വന്ന് കണ്ട് അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ആ പരിപാടി അവിടെ മുടങ്ങിപ്പോയിന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളൂ നിങ്ങൾ. ഇല്ലെങ്കിൽ നിങ്ങളെ കാൽ ചുവട്ടിലെ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയേനെ. പേരോടിനെ പറ്റി പൊതുവെയുള്ള അഭിപ്രായം മൂപ്പര് ചെല്ലുന്നിടത്തൊക്കെ പേരോടുന്ന നാദാപുരത്തും സംഭവിച്ചത് തന്നെയാണ്. നാദാപുരം ഖണ്ഡനം കേട്ടിട്ട് ഒരു സമസ്തയിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോയ ഒരുപാട് ആളുകൾ ഞങ്ങളെ കാണിച്ചതാ. അവിടെ നിന്ന് ആ സമസ്ത ആണ് ശരിയെന്നും പറഞ്ഞ് മുജാഹിദ് അങ്ങോട്ട് പോയത് ഒന്നിനങ്ങൾ കാണിച്ചു ചെങ്ങൈമാരെ ഉണ്ടാക്കണ്ടരുങ്ങള് കാണിച്ചരുങ്ങള്. പ്രസംഗിച്ചോണ്ട് മുജാഹിദ് പിന്നെ പിളർന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ പിളർന്നൊക്കെയല്ല, വളർന്നിക്കാണ്. സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ വാഴക്കാട് പറയും. ഇയാൾ വാഴക്കാടാണ് പറഞ്ഞത്. നമ്മൾ കൃത്യമായി വാഴക്കാടിന്റെ ചിത്രം അറിയുന്ന ആളുകളാണ്, കണക്കെടുത്തിട്ടാ പറയുന്നത്. ഇയാള് പ്രസംഗിക്കുന്നത് വരെ വാഴക്കാട് എന്ന പ്രശസ്തമായ കണ്ണിയത്തുസ്താദിന്റെ നാട്ടിൽ മുജാഹിദിന് പള്ളി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മുജാഹിദിന് പള്ളി നമ്പർ 4 വാഴക്കാട്. നിങ്ങൾ പോയിട്ട് പറ, ഇയാള് പ്രസംഗിച്ചത് മുജാഹിദ് തളർന്നക്ക. മുജാഹിദിന് വാഴക്കാട് മാത്രം 4 പള്ളി വന്നു. ഈ 4 പള്ളിയിൽ ഒരു പള്ളി ആരുണ്ടാക്കിയെന്ന് അറബിനെ കൊണ്ട് ഉണ്ടാക്കിയത് എപിയുടെ സജീവ പ്രവർത്തകനായി പേരോടിന്റെ ഒപ്പം നടന്ന് ഈ പ്രഭാഷണം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു എപിയുടെ പ്രവർത്തകനാണ് മുജാഹിദായിട്ട് ഒരു പള്ളി കൊണ്ടുവന്ന 4ാമത്തെ മുജാഹിദിന്റെ പള്ളി. നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന അനവധി എപി പ്രവർത്തകന്മാർ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന നിരവധി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവർ സുന്നത്ത് ജമാഅത്തിന് വിട്ടു, പറ്റ മുജാഹിദായിട്ടില്ല, ജമാഅത്തോടെ എല്ലാം ശരി എന്ന് പറയുന്ന ലൈനിലേക്ക് മാറി. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ. അവിടെ സംഘടിത സക്കാത്ത് നേരത്തെ ഇല്ല, തുടക്കം കുറിച്ചു. വമ്പിച്ച ജനപങ്കാളിത്തമുള്ള ഖുർആൻ ക്ലാസ് ഭംഗിയായി എത്രയോ കാലം അവിടെ നടന്നു വന്നു. വലിയ പങ്കാളിത്തത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ തരത്തിൽ മാറ്റമുണ്ടായെന്ന് മാത്രമല്ല, സാക്ഷാൽ പേരോട് വാഴക്കാട് പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് അയാൾ ആദരവോടുകൂടി ഭക്ഷണം കൊടുത്തിരുന്ന, അയാളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നതും എല്ലാ ഗ്രന്ഥങ്ങളും ശരിപ്പെടുത്തിയിരുന്നതും ഇയാൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത അവിടുത്തെ വാഴക്കാട്ടെ പ്രമുഖനായ മനുഷ്യൻ ഇന്ന് കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടല്ല. നിങ്ങൾ ഗൗരവം മനസ്സിലാക്കണം. എന്നിട്ടാണ് ഇയാൾ പറയണത് ഞാൻ പ്രസംഗിച്ചിട്ട് മുജാഹിദ് തളർന്നു, വളർന്നിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. നമ്മുടെ പക്ഷത്ത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എന്ന വിധം
നാട്ടിട്ടടിക്കാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാർ. ഏതാനും ചെറുപ്പക്കാർ സുന്നി പറയാൻ രംഗത്ത് വന്നതോടുകൂടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ എന്തെല്ലാം അബദ്ധങ്ങൾ വിളിച്ചു പറയാനും മടിയില്ലാത്ത അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കണക്കിൽ തങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും ആയത്തോതി ഹദീസോതി അവതരിപ്പിക്കാൻ മടിയില്ലാത്ത അത്തരക്കാർ സുന്നിയെ തോൽപ്പിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ നാദാപുരത്ത് മാത്രമല്ല കേരളത്തിൽ ആസകലം ഉണ്ടായിരിക്കുന്നത്. അള്ളാഹു തന്നെ ഇതിന് പരിഹാരം കാണട്ടെ, അള്ളാഹു അവന്റെ ദീനിനെ സംരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കുകയേ നിർവാഹമോ. നാദാപുരത്തെ 8ാം പ്രസംഗം, നാദാപുരത്തെ 10ാം പ്രസംഗം, നാദാപുരത്തെ 40ാം പ്രസംഗത്തിലെത്തിയാൽ ഇനി സുന്നി ഉണ്ടാവില്ല. അവിടേക്ക് എത്തും കാര്യം. നടത്തിയോടത്തോളം അങ്ങനെ സംഭവിച്ചിട്ടുമുള്ളൂ. ാവട്ടെ സാധാരണക്കാർ. ഞങ്ങളുടെ നാടുകളിലൊക്കെ നാദാപുരം പ്രസംഗം എന്ന കാസറ്റ് കണ്ടുകൊണ്ട് നാദാപുരം പ്രസംഗത്തിന്റെ കാസറ്റ് പകർന്നു കിട്ടിയതുകൊണ്ട്, വെറുതെ കിട്ടിയത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനോട് വെറുപ്പ് തോന്നിയവരും സുന്നിസത്തോട് തീർത്തും അശേഷം അറപ്പ് തോന്നിയവരുമൊക്കെയുണ്ട്. ഈ വിധത്തിലുള്ള ഒരു പരുവത്തിലേക്ക് നമ്മുടെ സുന്നി പ്രബോധന രംഗം എത്തിച്ചതിൽ ആർക്കു തന്നെ പങ്കുണ്ടെങ്കിലും, അവരോട് നമുക്ക് എത്ര തന്നെ രോഷമുണ്ടെങ്കിലും, അവരുടെ പരിശ്രമം ശരിയല്ല, അവരുടെ പരിശ്രമം ഫലപ്രദമല്ല, ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവവും കോട്ടവുമാണ് വന്നത് എന്ന് നമുക്ക് അഭിപ്രായമുണ്ടെങ്കിലും, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനോട് രോഷമുണ്ടാകാനോ സുന്നത്ത് ജമാഅത്തിനെ വെറുക്കാനോ ബിദ്അത്തിനോട് മമതയും സ്നേഹമുണ്ടാകുവാനോ അതിടയാക്കിക്കൂടാ. അത് വഴിവെച്ചു. അപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് മുജാഹിദുകൾ ഖബർ സിയാറത്തിനെ വെറും മരണചിന്ത എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ അവര് ഖബറാളികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, ഉമ്മാന്റെയും ഉപ്പാന്റെയും ഒക്കെ ഖബർ സിയാറത്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ട് എന്നൊക്കെയാണ് ഇവന്റെ വാദം. അപ്പം പറയട്ടെ, അല്ലാഹു എല്ലാവരുടെയും ഖബറുകൾ സന്തോഷം കൊണ്ട് നിറക്കുമാറാകട്ടെ. അങ്ങനെയൊന്നും അറിയില്ല. ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്ക്. വാൻ ലൈസലിൽ ഇൻസാനി ഇല്ലാമാ സഅ എന്നുള്ളത് മുജാഹിദുകൾ ഉണ്ടാക്കിയ ആയത്താണോ? ആണോ? വാൻ ലൈസലിൽ ഇൻസാനി ഇല്ലാമാ സഅ എന്നുള്ളത് കൊണ്ട് പണ്ഡിതന്മാരെന്തൊക്കെ തെളിവ് പിടിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇസ്തംബത ശാഫിഈ വമൻ ഇത്തബഅഹു അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാ സവാബിഹാ ഇലൽ മൗതാ. മരണപ്പെട്ടു പോയ ആളുകളിലേക്ക് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പാർസൽ അയച്ചാൽ അതിന്റെ കൂലി എത്തൂല എന്നുള്ളത് ഇമാം ഷാഫിഈ റഹിമഹുല്ലയും അദ്ദേഹത്തോട് യോജിച്ച ആളുകളും തെളിവ് പിടിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അത് ചെയ്തിട്ടില്ല. അത് ശരി. അതുമായിട്ട് ഒടുക്കങ്ങൾ ബന്ധപ്പെടുത്തുന്നത് എന്തൊക്കെ റസൂല് കിട്ടുമെന്ന് പറഞ്ഞു അതൊക്കെ കിട്ടും, എന്തൊക്കെ റസൂല് പഠിപ്പിച്ചിട്ടില്ലേ അതൊന്നും കിട്ടൂല. അതന്നെ അതിന്റെ മാനദണ്ഡ മുസ്ലിയാരെ. അപ്പൊ വല്ലൈസലിൽ നിസാനോ ഇല്ലാമെസായനെ എന്തിനാ കളിയാക്കുന്നത്? മരണാനന്തരവും പ്രിയമുള്ളവരെ നമുക്കവരോട് കടമയുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല അമ്മയുടെയും ഉപ്പയുടെയും കാലം കഴിഞ്ഞവരൊക്കെ പോയി. അങ്ങനെ വിചാരിക്കാനാണ് ഒരാൾ മുജാഹിദാകണ്ടേ? മരണപ്പെട്ടു പോയാൽ ഓരോട് കടമ തീർന്നു എന്ന് പറയാനും വേണ്ടിയിട്ടാ ഒരാൾ മുജാഹിദാകുന്നത് എന്ന് നിങ്ങൾ മുജാഹിദുകളെ കുറിച്ച് പഠിപ്പിച്ചിരുന്നത് പൊളിഞ്ഞു വീഴുമ്പോ അത് മുജാഹിദുകളിൽ നിന്ന് തന്നെ കേൾക്കുമ്പോ വല്ലാത്ത മനക്ലേശമുണ്ടല്ലേ. മുജാഹിദിന്റെ ചെറിയ ചെറിയ കുട്ടികളോട് ചോദിച്ചു നോക്ക്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കാകട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കാകട്ടെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കുന്നവരാണ് മുജാഹിദികൾ. റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറാ പറഞ്ഞു കൊടുക്കുന്നവരാണ് സക്കാഫി മുജാഹിദുകള് എന്ന് മാത്രമല്ല, ഇദാ മാത ഇബ്നു ആദം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ സക്കാഫിയെ, ഇദാ മാതൽ ഇൻസാൻ ഇൻ കതഅമലുഹു ഇല്ലാ മിൻ സലാസ്. 3 കാര്യങ്ങൾ ബാക്കിയാകും. അതിൽ ഒന്നെന്താ പറഞ്ഞത്? വലദുൻ സാലിഹുൻ യദഉ ലഹു, അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന മക്കള്. നിങ്ങളമാരി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന മക്കളല്ല. വലദുൻ സാലിഹുൻ യദഉ ലഹു, അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന മക്കള്. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. മനസ്സിലായ എനക്ക്?
എന്നിട്ട് ഓം വന്നിക്കണ് നോണിയും പറഞ്ഞുകൊണ്ട് വലതുൻ സ്വാലിഹുൻ യദഉ ലഹു എന്ന് പറഞ്ഞ ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നവരല്ലേ മുജാഹിദുകള്? മുജാഹിദുകളെ കുറിച്ച് നിങ്ങൾ കുറ്റം തന്നെ പറയുന്നത് എന്താ? ഇല്ലാമിൻ സലാസിന്നല്ലേ പറഞ്ഞത്, മൂന്നല്ലല്ലാതെ കിട്ടൂലല്ലോ. അള്ളാന്റെ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചുകൂടോ അതൊക്കെ കിട്ടും, റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടില്ല അതൊന്നും കിട്ടൂല. മനസ്സിലായില്ലേ? നിങ്ങൾ അങ്ങനെ ഇജ്തിഹാദ് ചെയ്തിട്ടുണ്ടാക്കണ്ട. അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ വന്ന് മരിച്ചുപോയ ബാപ്പക്ക് വേണ്ടി വല്ല പുണ്യവും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ ഹബീബിന്റെ മറുപടി ഉണ്ടെന്നാണ്. എന്നാൽ ഒരു മുസ്ലിം അവന്റെ ചുണ്ടുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം എന്താണ്? ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഒരു മനുഷ്യൻ അവന്റെ ചുണ്ടുകൊണ്ട് പാരായണം ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പുണ്യം പരിശുദ്ധ ഖുർആൻ പാരായണമാണ്. മരിച്ചുപോയ ബാപ്പാക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കൾ പുണ്യം ചെയ്താൽ ഫലമുണ്ടെങ്കിൽ അതിലേറ്റവും വലിയ പുണ്യം പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. പക്ഷേ ഈ ഖൈറുൽ കലാമി കലാമുല്ലാഹ് എന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നില് ഒരുപാട് മയ്യത്തുകൾ കാണിക്കപ്പെട്ടിട്ട്, മയ്യത്തുകൾ കൊണ്ടുവരപ്പെട്ടിട്ട്, മരണ വീട്ടില് പങ്കെടുത്തിട്ട് അള്ളാന്റെ റസൂൽ ആ പരിശുദ്ധ ഖുർആൻ ഒന്ന് അവിടെ വെച്ചുകൊണ്ട് പാരായണം ചെയ്തില്ലല്ലോ. ആ സ്വഹാബത്തിനോട് ഒരുപാട് ഹാഫിലീങ്ങൾ ഉണ്ടായിരുന്നില്ലേ? റസൂൽ ഏതെങ്കിലും ഒരു മരണ വീട്ടില് ഖൈറുൽ കലാമി കലാമുല്ലാഹ് എന്ന് പഠിപ്പിച്ച റസൂൽ ഈ പറയുന്ന പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പറഞ്ഞോ? സാഹചര്യമുണ്ടായിട്ടും ചെയ്തില്ല അല്ലേ? അപ്പൊ ഈ പറയുന്ന ഖൈറുൽ കലാമി കലാമുല്ലാഹ് എന്നുള്ളത് പ്രാവർത്തികമാക്കാൻ റസൂൽ മറന്നുപോയതാണോ സഖാഫി? ഒരു മനുഷ്യൻ അവന്റെ ചുണ്ടുകൊണ്ട് ചൊല്ലുന്ന ദിക്റിൽ ഏറ്റവും പുണ്യമേതാണ്? അഫ്ളലുൽ ദിക്റി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു മനുഷ്യന്റെ ചുണ്ടുകൊണ്ട് ചൊല്ലുന്ന ഏറ്റവും പുണ്യമാക്കപ്പെട്ട ദിക്റുകളാണെങ്കിൽ അതുകൊണ്ടാണ് മുസ്ലിം ലോകം മരിച്ച ബാപ്പക്ക് വേണ്ടി ദിക്റ് ചൊല്ലുന്നത്. മരിച്ച ബാപ്പക്ക് വേണ്ടി ലാ ഇലാഹ. പക്ഷേ ആ മുസ്ലിമീങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന ബാപ്പക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആൻ ഓതിയ മുസ്ലിമീങ്ങളിൽ, ഉമ്മക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പാർസലയച്ച മുസ്ലിമീങ്ങളിൽ, മക്കൾക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതിയിട്ട് പാർസലയച്ച മുസ്ലിമീങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇല്ല കേട്ടോ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പാർസലയക്കുക എന്ന് പറയുന്ന സമ്പ്രദായം നിങ്ങളുടെ നാവിലൂടെ നിങ്ങൾ പറയുമ്പോ, അത് നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോ, അതിനെ നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഖൈറുൽ കലാമി കലാമുല്ലാഹ് എന്ന് പറയുമ്പോ അത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ആ മുസ്ലിമീങ്ങൾ അള്ളാന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് റസൂലിന്റെ പൊന്നുമോന് ഇബ്രാഹിം എന്നവര് മരണപ്പെട്ടില്ലേ? റസൂലിന്റെ ഭാര്യയാകുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടില്ലേ? ഒരു കുൽഹു അല്ലാഹു അഹദെങ്കിലും മോദിയിട്ട് പാർസൽ അയച്ചിട്ടുണ്ടോ? ഒരു ഫാത്തിഹയെങ്കിലും മോദിയിട്ട് പാർസൽ അയച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്? ഒരു കുൽഹു അല്ലാഹു അഹദെങ്കിലും ഓതിയിട്ടുണ്ടോ? ഒരു അൽഫാത്തിഹെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ആ സ്വഹാബത്തിന്റെ മക്കൾ മരണപ്പെട്ടിട്ടില്ലേ? ആ സ്വഹാബത്തിന്റെ ബാപ്പമാര് മരണപ്പെട്ടിട്ടില്ലേ പല യുദ്ധങ്ങളിലും? അതുപോലെ തന്നെ ആ സ്വഹാബത്തിന്റെ കൂടെയുണ്ടായിരുന്ന സ്വദീഖമാര് മരണപ്പെട്ടിട്ടില്ലേ? ആ മരണ വീട്ടിൽ അവർ പങ്കെടുത്തിട്ടില്ലേ? അവരാരെങ്കിലും ഖുർആൻ ഓതിയിട്ട് പാർസൽ അയച്ചിട്ടുണ്ടോ? അപ്പൊ അവരൊന്നും തന്നെ മുസ്ലിമീങ്ങളല്ലേ സഖാഫി? അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും പുണ്യമാക്കപ്പെട്ട കാര്യത്തിലൊന്നാണ് മരിച്ചുപോയ ബാപ്പക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി, അവരുടെ പാരത്രിക ഗുണത്തിന് വേണ്ടി നമ്മള് അതാ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് വിതരണം ചെയ്തതാണ്. അതൊക്കെ മരിച്ചവർക്ക് വേണ്ടി പുണ്യം ചെയ്തതാണ്. എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാം വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിലും മരണപ്പെട്ടു പോയ ആർക്കെങ്കിലും വേണ്ടിയിട്ട് പാരായണം ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്വഹാബി ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു മയ്യത്ത് കൊണ്ടുപോയിട്ടുണ്ടോ? പറങ്ങള്
അങ്ങോട്ട് താങ്ങിയാ മതിയോ? അങ്ങോട്ട് ഒച്ചുണ്ടാക്കിയിട്ട് അങ്ങോട്ട് താങ്ങിയാല് മറ്റേ ചങ്ങായി പറഞ്ഞില്ലേ, അണ്ണാക്കുന്ന സൗണ്ട് വന്നാൽ സുന്നത്ത് ജമാഅത്താണ് എന്ന് വിചാരിക്കുന്നു പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടത്. അതൊക്കെ നീട്ടി പറയാനും മണിച്ചു പറയാനും ഞമ്മക്കും വയ്ക്കും. പക്ഷെ അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ വിഷയം. എവിടെ തെളിവെവിടെ? ഇവിടെ ഹുസൈൻ സലഫി പറയുന്ന വിഷയം ഒന്ന് വേറെ, അതിനോട് മൂപ്പര് കടന്നാക്രമിക്കാന്ന് പറഞ്ഞ മാതിരി അതിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് മൂപ്പര് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുക. എന്താപ്പതൊക്കെ? മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും പുണ്യമാക്കപ്പെട്ട കാര്യത്തിലൊന്നാണ് മരിച്ചുപോയ ബാപ്പക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി, അവരുടെ പാരത്രിക ഗുണത്തിന് വേണ്ടി നമ്മള് അതാ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് വിതരണം ചെയ്തതാണ്. അതൊക്കെ മരിച്ചവർക്ക് വേണ്ടി പുണ്യം ചെയ്യലാണ്. മരണച്ചോറെന്ന് പറയുന്നത്, മരണ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകളെ ക്ഷണിക്കുക എന്ന് പറയുന്നത് പണ്ട് ജാഹിലിയത്തില് മയ്യത്തിന് വേണ്ടി കരയുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സംഗതിയിലാണ് ഞങ്ങൾ എണ്ണയിരുന്നത് എന്ന് താബീങ്ങളായ ആളുകളെ രേഖപ്പെടുത്തിയിട്ടില്ലേ മുസ്ലിയാരേ? അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ? മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അതിനൊന്നും കുഴപ്പമില്ല. അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കുകയും ആ ദിവസത്തിന് പ്രത്യേകമായി കൊണ്ടുള്ള പുണ്യം പറയുകയും അങ്ങനെ 3, 7, 14, 40 ആണ്ടുമൊക്കെ കൊണ്ടുവന്നത് ഇസ്ലാമിന്റെ പേരിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന അനാചാരങ്ങൾ മാത്രമാണ്. അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലായി? നിങ്ങൾക്ക് ഉള്ളതുപോലെ പറയും. ഖണ്ഡനത്തിന്റെ മുമ്പ് എന്ന ആയത്തെ മുജാഹിദിന് അറിയുള്ളായിരുന്നു. നാദാപുരം ഖണ്ഡനത്തിന് ശേഷമല്ല, നാദാപുരം ഖണ്ഡനത്തിന് മുമ്പ് മാത്രമല്ല, അത് ലോകാവസാനം വരെ മുജാഹിദുകൾ പാരായണം ചെയ്യും. അത് ഇമാം ഷാഫി റഹിമഹുല്ല പാരായണം ചെയ്തതാണ്. നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അത് മരണപ്പെട്ടു പോയ ആളുകളിലേക്ക് പാർസൽ അയക്കുന്ന ഈ ഒരു സമ്പ്രദായമുണ്ടല്ലോ, അതിന് വിരുദ്ധമായി അതിനെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇമാം ഷാഫിഈ റഹിമഹുല്ല പാരായണം ചെയ്തതല്ലേ? ഉസ്സ് ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ല പാരായണം ചെയ്തതല്ലേ? വമനിത്തബഅഹു ഇമാം ഷാഫിഈ റഹിമഹുല്ലയോട് യോജിച്ച ആളുകൾ പാരായണം ചെയ്തതല്ലേ? എടുത്തു കൊടുത്തത് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ ഇബ്നു കതീർ റഹിമഹുല്ലയല്ലേ? അതിന്റെ തഫ്സീറിലല്ലേ അദ്ദേഹം പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒരു സംഗതി പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ ഹർഫിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യം പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു സംഗതി റസൂൽ എന്തേ പഠിപ്പിക്കാതിരുന്നത്? അള്ളാന്റെ റസൂലൊക്കെ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പാർസൽ അയച്ചാൽ കിട്ടുന്ന കൂലി എന്താണെന്നുണ്ടെങ്കിലും ഈ ഗാന്ധി തലക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഓതുമ്പോ കിട്ടൂലല്ലോ. വലിയ ആചാര്യ മരിച്ചുകൊണ്ടുണ്ടെങ്കിൽ മൂല്യന്മാര് ഇപ്പൊ 500 ഏക്കരം, ചിലപ്പോ 2000ന്റെ നോട്ടേക്കരം, പാവപ്പെട്ടവനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ 200 കോഴിമുട്ടി ഏക്കരം കിട്ടുള്ളൂ എന്നും പറഞ്ഞ് അല്ലെ, ഇതൊന്ന് കഴിഞ്ഞിട്ട് അപ്പൊ എത്ര കിട്ടുക എന്നുള്ളത് അറിയാഞ്ഞു എന്ന് പറഞ്ഞു കാണി ഇടം കണ്ടിട്ട് ഓതുന്ന, ഒരു നിയ്യത്തുമില്ലാതെ ഓതുന്ന നിങ്ങളെ മുസ്ലിയാക്കന്മാരുടേതല്ലല്ലോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും പാരായണം. എന്താ ഓതിയോ? അവരൊന്നും മുസ്ലിം ആയിരുന്നില്ലേ? അതോ അവരൊക്കെ നാദാപുരം ഖണ്ഡനം കണ്ടിട്ട് മാറിയതാ? നാദാപുരം ഖണ്ഡനം അത് സ്വപ്നത്തിന് നെട്ടിത്തറിക്കുന്നുണ്ടല്ലേ? മരിച്ചാലും നമ്മെ വളർത്തിയുണ്ടാക്കിയ ആ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് വരവ് ചേർക്കപ്പെടുന്ന കറന്റ് അക്കൗണ്ടാണ്. അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ പ്രാർത്ഥന. അതെ, പ്രാർത്ഥന മാത്രമല്ല ഖുർആനോത്ത്. പ്രാർത്ഥന മാത്രമല്ല ഖുർആനോത്തും കിട്ടും. ഈ കോലത്തിലല്ലേ പൊന്നാര ദജ്ജാലി സക്കാഫി എന്നെ ദജ്ജാൽ എന്ന് വിളിക്കണത് വെറുതല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ആ അവസാന കാലഘട്ടത്തിൽ ചില ദജ്ജാലുകൾ വരും, ചില കദ്ദാബുകൾ വരും. എന്താ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ? ഓലെ പണി എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും കൂട്ടിക്കലർത്തിയിട്ട് അവതരിപ്പിക്കും. അങ്ങനെയുള്ള ഒരു ടീം വരും. ആ ദജ്ജാലി സക്കാഫിയാണ് ബഹുമാനപ്പെട്ടു പോയ നമ്മുടെ വഹാബ് സക്കാഫി മമ്പാട്. കാരണം അവൻ പറയുകയാണ്,
ഹുസൈൻ സലഫി അവിടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ, ആ പ്രാർത്ഥന അവർക്ക് ഉപകാരപ്പെടുമെന്ന് പറയുമ്പോ ഇവൻ അതിലേക്ക് കൂട്ടിച്ചേർത്തു. ഇവർ നടത്തുന്ന പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പാർസൽ അയക്കുന്ന സമ്പ്രദായം അതും കിട്ടും. അതുപോലെ തന്നെ ദിക്ർ ചൊല്ലിയിട്ട് പാർസൽ അയക്കുന്നതും കിട്ടും. അതുപോലെ ഇവരുടെ ചാവാടി യന്ത്രങ്ങളൊക്കെ ഉപകാരപ്പെടുമെന്ന് അതിലേക്ക് നീ കൂട്ടിച്ചേർത്തതല്ലേ? ഈ കോലത്തിലല്ലേ ഹുസൈൻ സലഫി നിങ്ങളുടെ ചുന്നിയിലേക്ക് വന്നു, നിങ്ങളുടെ ചുന്നി ആദർശത്തിലേക്ക് വന്നു എന്ന് നീ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാ. ഇവിടെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തെ കുറിച്ച് ഹുസൈൻ സലഫി പറഞ്ഞത് നിനക്ക് തെളിയിക്കാൻ സാധ്യമാണോ? രണ്ടാമതായിട്ട് ചോദിക്കട്ടെ, ഈ നാദാപുരം ഖണ്ഡനത്തിന് മുമ്പ് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഫായിദയുമില്ല, അത് വായിൽ നിന്ന് കാറ്റുപോയതുപോലെയാണ് എന്ന് ഹുസൈൻ സലഫിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുജാഹിദ് പണ്ഡിതന്മാരോ പറഞ്ഞത്? ആണത്തമുണ്ടെങ്കിലും നീ ഒന്ന് കൊണ്ടുവാ, വരമൊഴിയാണെങ്കിലും വാമൊഴിയാണെങ്കിലും നീ ഒന്ന് കൊണ്ടുവാ. പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, മരണപ്പെട്ടു പോയാലും ഇല്ലെങ്കിലും എന്ന് മുജാഹിദുകൾ വെറുതെ പറയുന്നതല്ല. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് മുത്ത് റസൂല് പഠിപ്പിച്ചതല്ലേ? അതിന് ഉപകാരം ലഭിക്കുമെന്ന് മുത്ത് റസൂല് പഠിപ്പിച്ചതല്ലേ? മുസ്ലിയാരെ, അവിടെയല്ലേ പറഞ്ഞത് ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, ആ മയ്യത്തിന് വേണ്ടിയിട്ട് മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന മക്കള്, ആ മക്കള് നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ഇദാ മാതൽ ഇൻസാനു ഇൻകതാൻഹു അമലുഹു ഇല്ലാ ബിൻ സലാത്തിൻ എന്ന് പറഞ്ഞിടത്ത് ബാക്കിയാകുന്നിടത്ത് പറഞ്ഞില്ലേ മഹാനായ റസൂല്? ആ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന മക്കള്, അത് നാദാപുരം ഖണ്ഡനത്തിന് ശേഷമുണ്ടായ ഹദീസാണോ? നാദാപുരം ഖണ്ഡനത്തിന് ശേഷം വന്ന ഹദീസാണോ മുസ്ലിയാരെ? പിന്നെ എങ്ങനെയാണ് മുജാഹിദുകൾ അതിനെ എതിർക്കുന്നത്? മുജാഹിദുകൾ എന്നും പറഞ്ഞിട്ടുള്ള ഹദീസല്ലേ? ഈ ഹദീസ് കൂടിയാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് മരണപ്പെട്ടു പോയ ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പാർസൽ അയച്ചാൽ കിട്ടൂല എന്ന് പറയാൻ തെളിവ് പിടിച്ചത്. എന്ന് പറയുന്ന ആയത്തിന്റെ കൂടെ. ഇനി രണ്ടാമത്തെ തെളിവ് കേട്ടോ, മുജാഹിദുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തെളിവും തരും കേട്ടോ. മക്കളുടെ പ്രാർത്ഥന മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ഉപകരിക്കുമെന്ന് സലഫി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തെളിവ് വെക്കും കേട്ടോ. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ അസ്സ വജല്ല ലയർഫഉ ദറജത ലിൽ അബ്ദി സ്വാലിഹി ഫിൽ ജന്നതി ഫയഖൂലു യാ റബ്ബി അന്നാ ലി ഹാദിഹി ഫയഖൂലു ബിഇസ്തിഗ്ഫാരി വലദിക ലക ബിസ്തിഗ്ഫാരി വലദിക ലക ബിസ്തിഗ്ഫാരി വലദിക ലക. ഒരു മനുഷ്യൻ, ഒരു സ്വാലിഹായ മനുഷ്യൻ, അവനതാ സ്വർഗത്തിൽ അവന്റെ ദറജകൾ അങ്ങനെ ഉയർത്തപ്പെടുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കും, ഏത് വഴിക്കാണ്, എന്തുകൊണ്ടാണ് എന്റെ ദറജകൾ ഇങ്ങനെ കൂട്ടപ്പെടുന്നത് റബ്ബേ? എന്താണ് എനിക്ക് ഈ സൗഭാഗ്യങ്ങളിൽ ലഭിക്കുന്നത് റബ്ബേ? അപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, ബിസ്തിഗ്ഫാരി വലദിക ലക, നിനക്ക് വേണ്ടിയിട്ട് നിന്റെ മക്കള് അതാ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിന്റെ മക്കള് നിനക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് നിന്റെ ദറജ കൂട്ടപ്പെടുന്നത്. അവിടെ അല്ലാഹു കൊടുക്കുന്ന മറുപടി, നിന്റെ മക്കളോ നിനക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതിയിട്ട് പാർസൽ അയക്കുന്നുണ്ട്, ദിക്ർ ചൊല്ലിയിട്ട് പാർസൽ അയക്കുന്നുണ്ട്. അതേ മുസ്ലിയാർക്ക് കൈമടക്ക് കൊടുത്തിട്ട് അതാ പല പ്രവർത്തനങ്ങളും മൗലീദുകളൊക്കെ ചൊല്ലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എനക്ക് ദറജ ഏറ്റുകയാണ് എന്നല്ല, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മക്കളതാ സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന ഉപകാരപ്പെടുമെന്ന് പറഞ്ഞില്ലേ? ആ മക്കൾ നിനക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തുന്നത് കൊണ്ടാണ് പൊന്നുമോനെ നിന്റെ ദറജ ഇങ്ങനെ ഏറിക്കൊണ്ടിരിക്കുന്നത്. ദലീലുണ്ടേ, തെളിവുണ്ടേ. സലഫികൾ പറയുന്നതിന് ദലീല് തരും, തെളിവ് തരും. നീ അതിലേക്ക് കൂട്ടിക്കലർത്തുന്നതിന് തെളിവില്ല. ശബ്ദം ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ മാതാപിതാക്കൾ എന്ന ഖബറുകളിലാണ്.
അല്ലാഹു എല്ലാവരുടെയും ഖബറുകൾ സന്തോഷം കൊണ്ട് നിറക്കുമാറാകട്ടെ. അങ്ങനെയൊന്നും അറിയില്ല. വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. മരിച്ച വാപ്പ വല്ലതും ചെയ്തിക്കണമെങ്കിൽ കബർ സ്വർഗം നിറയുന്നല്ലാതെ മൗലവി ദ്വാരുന്ന തൊള്ളിയിലെ കാറ്റു പോകുന്നായിരുന്നു നാദാപുരം ഖണ്ഡനത്തിന്റെ മുമ്പ് ഹുസൈൻ സലഫിയുടെ വാദം. നീ ആൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ കൊണ്ടുവാ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ഹുസൈൻ സലഫി എന്ന് മാത്രമല്ല, കേരളത്തിന്റെ മണ്ണിൽ കഴിഞ്ഞുപോയ ഏതെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ വാമൊഴികൾ നിന്റെ കയ്യിലുണ്ടോ? വരമൊഴികൾ നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ നീ ഒന്ന് കൊണ്ടുവാ. അതുപോലെ തന്നെ ഹുസൈൻ സലഫിയുടെ ഈ പറയുന്ന ഒരു നിലപാട് അദ്ദേഹം എവിടെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്? നാദാപുരം ഖണ്ഡനത്തിന് മുമ്പിൽ ഏതെങ്കിലും സ്റ്റേജുകളിൽ, ഏതെങ്കിലും പേജുകളിൽ വാമൊഴിയായിക്കൊണ്ടോ വരമൊഴിയായിക്കൊണ്ടോ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വായിലെ കാറ്റ് പോകുന്നത് പോലെയാണ്. അതുകൊണ്ട് പ്രയോജനമില്ല, അതുകൊണ്ട് കാര്യമില്ല, ആ ദുആയുടെ ഫായിദ ലഭിക്കുകയില്ല. പൊതുവെ മരണപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാൻ പാടില്ല. അത് വായിലെ കാറ്റ് പോകുന്നത് പോലെയാണ് എന്ന് നാദാപുരം ഖണ്ഡനത്തിന് മുമ്പ് ഏതെങ്കിലും സലഫി പണ്ഡിതന്മാർ, മുജാഹിദ് പണ്ഡിതന്മാർ കൊണ്ടുവന്നത്, പറഞ്ഞത്, എഴുതിയത് ആൺകുട്ടിയാണ് എങ്കിൽ, ധൈര്യമുണ്ടോ എങ്കിൽ, നീ ആണാണ് എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ നിന്നെ വെല്ലുവിളിക്കുന്നു, വെല്ലുവിളിക്കുന്നു, വെല്ലുവിളിക്കുന്നു. പച്ചനുണയല്ലേ പൊന്നാര സഖാബി നിങ്ങൾ ഈ എഴുന്നള്ളിച്ചത്? മാപ്പ് പറഞ്ഞോ? മാപ്പ് പറഞ്ഞോ? നിങ്ങള് പണ്ട് മാഡം മാഡം എന്ന് വിളിച്ച് മാപ്പ് പറഞ്ഞതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ വെല്ലുവിളിക്കുന്നു കൊണ്ടുവരാൻ. ആണത്തമുണ്ടെങ്കിൽ കൊണ്ടുവാനീ. അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മാതാപിതാക്കളുടെ ഖബർ സന്തോഷത്തിലാക്കുവാനും അവരെ ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും ഖബർ ശിക്ഷയിൽ നിന്ന് മോചനത്തിന് വേണ്ടിയും അല്ലാഹുവിന്റെ കാരുണ്യം അവരിൽ ചൊരിയാനും അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുവാനും വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതവരോടുള്ള കടമയാണ്. മരിച്ചാലും നമ്മെ വളർത്തിയുണ്ടാക്കിയ ആ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് വരവ് ചേർക്കപ്പെടുന്ന കറന്റ് അക്കൗണ്ടാണ്. അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ പ്രാർത്ഥന. അതെ, പ്രാർത്ഥന മാത്രമല്ല, ഖുർആനോത്ത് മാത്രമല്ല, ഭക്ഷണ വിതരണം മാത്രമല്ല, ദിക്റ് ചൊല്ലല്, എല്ലാം പുണ്യമാണ്, എല്ലാം കറന്റ് അക്കൗണ്ടാണ്. അത് കറന്റ് അക്കൗണ്ട് അല്ല, അത് അങ്ങോട്ട് എത്തൂല. അത് അക്കൗണ്ട് നമ്പർ മാറിയിട്ടുണ്ട്. അത് പോകുന്നത് വേറെ അക്കൗണ്ടിലേക്കാണ്, ബിദഅത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. ഓതുന്നത് ഖുർആനാണ്, പക്ഷേ ആ അക്കൗണ്ട് മാറിയിട്ടുണ്ട്. അത് പാർസൽ അയച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തൂല. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ദിക്ർ ചൊല്ലിയിട്ട് പാർസൽ അയച്ചാൽ അത് എത്തൂല. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. വലം യൻദുബ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ അത് സുന്നത്തായി പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ പ്രാർത്ഥനയോ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. മയ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മയ്യത്തിന് വേണ്ടി റസൂൽ എന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞോ അതൊക്കെ കിട്ടും. അതേ കിട്ടുകയുള്ളൂ, അതേ അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളൂ. പല മക്കളും ഇന്നത് മറക്കുകയാണ്. മരിച്ചുപോയ മാതാപിതാക്കളെ ഓർക്കുമ്പോ, ഓർമ്മ വരുമ്പോ എന്റെ ഉപ്പ അങ്ങനെയായിരുന്നു, എന്റെ ഉമ്മാക്ക് ഇങ്ങനെ ഇഷ്ടായിരുന്നു എന്നൊക്കെ പറയും. ഒരിക്കൽ പോലും ആ നേരത്ത് പോലും പറയൂല അല്ലാഹു മഗ്ഫിർ ലഹു. പറയില്ലെന്ന് മാത്രല്ല, മരിച്ച ബാപ്പാന്റെ ജനാസ മുറ്റത്തിറക്കി പള്ളിയിലെ പണ്ഡിതനും നാട്ടിലെ അയൽവാസികളും ബന്ധുക്കളും നിന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ മയ്യത്തിന് പൊറുക്കണേന്ന് ദ്വാരക്കുമ്പോ സ്വന്തം പറയില്ല എന്ന് മാത്രല്ല, പറയണോലെ കൂടെ കൂടുകയും ചെയ്യാതെ തൊട്ടടുത്ത തോട്ടത്തിലേക്ക് മാറി നിൽക്കാൻ സമുദായത്തെ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം. അതൊക്കെ നിങ്ങളുടെ പൂതി മാത്രമാണ്. തൊട്ടടുത്തുള്ള തോട്ടത്തിലേക്കല്ല മുജാഹിദുകൾ മാറി നിൽക്കാറുള്ളത്. മറിച്ച് ആ മയ്യത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ടും ആ മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ മയ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരല്ലേ.
പൊതുവേയുള്ള ഒരു കാര്യം പറഞ്ഞതല്ലേ അവിടെ ഹുസൈൻ സലഫി, അല്ലാതെ മുസ്ലിയാരെ ആരും അങ്ങനെ ചെയ്യാറില്ല എന്ന് പറഞ്ഞതാണോ? നമസ്കരിക്കാത്ത ആളുകളെ കുറിച്ച് പറയുമ്പോ ഒരു മുസ്ലിമും നമസ്കരിക്കാറില്ല എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുമല്ലോ. വ്യഭിചാരത്തെ കുറിച്ച് പറയുമ്പോ ലോക മുസ്ലിമീങ്ങളൊക്കെ വ്യഭിചരിക്കുന്നവരാണ് എന്നാണോ മുസ്ലിയാരെ നിങ്ങൾ കരുതിയിട്ടുള്ളത്? ആണോ? പിന്നെ എന്തുകൊണ്ട് ആ മയ്യത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരത് അതിന് ആമീൻ പറയുകയും ചെയ്യുന്നത് ഞങ്ങൾ നടത്തുന്നില്ല എന്ന് വെച്ചാൽ, നിങ്ങളെക്കാൾ ഏറ്റവും വലിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഞങ്ങളുടെ മുത്ത് റസൂലുണ്ടല്ലോ, ആ മുത്ത് റസൂല് മരണ വീട്ടിൽ ഹാജരായിട്ട് ആ പറയുന്ന മയ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ വെച്ചുകൊണ്ട് ഒരു ആമീൻ എന്ന് സ്വഹാബത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് നിങ്ങൾ കാണിച്ചു തന്നാൽ തുടങ്ങാം ഞങ്ങൾ നാളെ മുതൽ ആ പണി. പക്ഷേ തെളിവ് വേണം മുസ്ലിയാരെ, തെളിവ് വേണം. ഗാന്ധി തലക്ക് വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് കാര്യമില്ല. മരണമുണ്ടോ മുസ്ലിയാര് വരണം പ്രാർത്ഥിക്കണം, ജനനമുണ്ടോ മുസ്ലിയാര് വരണം പ്രാർത്ഥിക്കണം, കുടിരിക്കലാണോ മുസ്ലിയാര് വരണം അൽഫാത്തിഹ വിളിക്കണം, പുതിയാപ്പിള ഇറങ്ങലാണോ മുസ്ലിയാര് വരണം അൽഫാത്തിഹ വിളിക്കണം. ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മുസ്ലിയാരെ പ്രാർത്ഥനയുണ്ട്, അവർക്ക് കയറ്റണോ നിങ്ങളെ, അവിടെ നിങ്ങളെ കൊണ്ടുവരണോ? അതിന്റെ അർത്ഥം അവിടെ പ്രാർത്ഥന ഇല്ലാന്നാ? ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്, അവിടെ മുസ്ലിയാരും കൊണ്ടുവരുന്നില്ലല്ലോ ബെഡ്റൂമിക്ക്. അതിന്റെ അർത്ഥം ഒരു മുസ്ലിമീങ്ങളും ബെഡ്റൂമിൽ പ്രാർത്ഥിക്കലില്ലാന്നാ? എന്താണ് മുസ്ലിയാരങ്ങളെ വ്യാഖ്യാനം? സ്നേഹം നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. ആ പ്രാർത്ഥനയിൽ ഒതുങ്ങരുത്. അവരെ മറമാടിയ ഖബറുകൾ നിനക്ക് കിട്ടുമെങ്കിൽ കിട്ടൂല. മുജാഹിദിന്റെ പള്ളിത്തൊടുവിൽ ഒരു മുസ്ലിമിന്റെ മയ്യത്തിന് ചുരുങ്ങിയത് ഒരു മാസത്തെ ആയുസ ഉണ്ടാവുള്ളൂ. എന്റെ പൊന്ന് വഹാബ് സക്കാഫി, നിങ്ങൾക്ക് പണി മുജാഹിദിന് കബറുത്തല, മുജാഹിദ് ഖബർസ്ഥാനിൽ പുല്ലട്ടല, നിങ്ങൾക്ക് പണി അവിടെ പുല്ലർച്ചലേരും. നിങ്ങൾക്ക് പണി, നിങ്ങൾക്ക് എങ്ങനെയാ അറിയുന്നത്? ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ ആ മുജാഹിദിന്റെ ഖബറൊന്നും അവിടെ കാണൂല എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നത്? ഇത് കേൾക്കുന്ന മുജാഹിദുകൾ ഇപ്പൊ ചിരിക്കുന്ന ഉണ്ടാവും, എന്താ ഈ ചങ്ങായി പറയുന്നത്? കാരണം അവര് സ്വന്തം നഫ്സ് കൊണ്ട് പറയും, ഞങ്ങൾ പോകാറുണ്ട് വാപ്പാന്റെ കബറിടത്തിലേക്ക്, മരണപ്പെട്ട ഉമ്മാന്റെ കബറിടത്തിലേക്ക്, സഹോദരന്റെ കബറിടത്തിലേക്ക്, അതുപോലെ തന്നെ സഹോദരിമാരുടെ കബറിടത്തിലേക്ക്, അങ്ങനെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുക്കളുടെ കബറിടത്തിലേക്ക്. അത് ഒരു മുസ്ലിയാരെയും വിളിച്ചുകൊണ്ടല്ല പോകാറുള്ളത്. ഒരു മുസ്ലിയാരെ വിളിച്ചുകൊണ്ട് പോയാലേ കബർ സിയാറത്താകൂന്ന അബ്ബലി വിചാരിച്ചിക്കണത്. വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞിട്ട് മോലിയരും കൂട്ടിയിട്ട് പോകുക, എന്നിട്ട് മോലിയര് അവര് കബറിന്റെ അടുക്കൽ പോയിട്ട് ഒരൊറ്റ പ്രാർത്ഥന, എന്നിട്ട് അതിനെ ആമീൻ പറയാ, എന്നിട്ട് അടുത്ത കുടുംബത്തിന്റെ കബറിന്റെ അടുക്കിലേക്ക് വരിക. ഈ പോയ സാധുവിന് മനസ്സമാധാനത്തോടു കൂടി മനസ്സറിഞ്ഞുകൊണ്ട് അവർക്കൊന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം പോലും അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ മുസ്ലിയാരെന്തൊക്കെയോ ചൊല്ലി പറയുന്നുണ്ട്, അതിന് ആമീൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരില്ല. അത് ചെയ്യാത്തോണ്ടായിരിക്കും മുജാഹിദുകൾ ഖബർസ്ഥാനിലേക്ക് പോകാത്തവരാണ്, ബാപ്പാന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് പോകാത്തവരാണ് എന്ന് സാധു പറയുന്നത്. വേണമെങ്കിൽ ഒരു ഖബർ എന്ന് കേട്ട അത്ര ബേജാറ് മുജാഹിദിന് വേറല്ല. അത് ശരിയാണ്. ഒരു ഖബർ എന്ന് കേട്ടാൽ മാത്രമല്ല, ആ ഖബർ കണ്ടാൽ മുജാഹിദിന് ബേജാറാണ്. മുജാഹിദുകൾ അങ്ങനെയാണ്. കാരണം മരണചിന്ത വരുമ്പോൾ ബേജാറാകും, പരലോകത്തെ കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ ബേജാറാകും. അതല്ലേ മഹാന്മാരായ സ്വഹാബത്ത് ഖബർ കാണുമ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞത്. നിങ്ങൾക്ക് ഖബർ എന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷ. കാരണം എന്താ? ഖബറുമ്മയാണല്ലോ നിങ്ങളെ സമസ്ത. നിങ്ങളെ സമസ്തന്റെ മൂലധനം എന്ന് പറയുന്നതും അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതും ഖബറാ. അത് മനുഷ്യന്റേതാകണമെന്നില്ല. നിങ്ങളെ പണ്ട് റിസാലയിലൊക്കെ എഴുതിയതുപോലെ മനുഷ്യനാണോ മൃഗമാണോ എന്ന് തിരിച്ചറിയപ്പെടാത്ത ഖബറുകൾ വരെ ഉണ്ട് അറിഞ്ഞില്ലേ മക്ബറ? കാരണം എന്താ? നിങ്ങൾക്ക് ഖബർ മക്ബറ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷ. അതുകൊണ്ടാണല്ലോ മക്ബറിന്റെ മുമ്പിൽ ചെണ്ടമുട്ട് ഡുണ്ടുണ്ടും പിപ്പിപ്പി എന്നൊക്കെ പറഞ്ഞ പരിപാടികളൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷ. മക്ബറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഉറൂസുകളില് യന്ത്ര ഊഞ്ഞാല്, അതെ ഡുണ്ടുണ്ടും പിപ്പിപ്പിയും ചെണ്ടമുട്ടൊക്കെ എന്താ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം അതൊക്കെ കാണുന്നത്. പക്ഷേ ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഖബർ എന്ന് പറഞ്ഞാൽ അതോടുകൂടി കാണേണ്ടതാണ്. അത് കാണുമ്പോൾ സന്തോഷമല്ല, മറിച്ച് ദുഃഖം തന്നെയാണ് ഉണ്ടാകുന്നത്. മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് വരുന്നത്. എപ്പോഴെങ്കിലും ഒന്ന് പോയി സിയാറത്ത് ചെയ്യണം. ബാപ്പാന്റെ ഖബറിങ്ങ പോയി സിയാറത്ത് ചെയ്യണമെന്നാ? അതെന്തിനാ?
ബാപ്പാന്റെ കബറിന്റെ അടുക്കൽ പോയിട്ട് സിയാറത്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അതെന്തിനാ? ബാപ്പാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാന്. അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്തിട്ടും പ്രാർത്ഥിക്കാം, സിയാറത്ത് ചെയ്യാതെയും പ്രാർത്ഥിക്കാം, രണ്ടും ഉണ്ട്. ഓർക്കാനാണ് ഖബർ സന്ദർശനമെങ്കിൽ അതിന് ബാപ്പാന്റെ ഖബറിനെ തേടണോ? മൊയ്തീൻകുട്ടിന്റെ വേറെ നോക്കിയാ പോരെ? ഇനി മൊയ്തീൻകുട്ടിന്റെ ഖബർ തന്നെ വേണമെന്നില്ല, രാമൻകുട്ടിന്റെ ഖബർ കണ്ടാലും ഹയാത്തുള്ളോ മരിച്ചു എന്നുള്ള ഓർമ്മ ഉണ്ടാവൂലേ? ഒരു നാക്കാലിയെ കുഴിച്ചിട്ടത് കണ്ടാലും മരണം ഓർമ്മയോ? മതി. മൊയ്തീൻകുട്ടിന്റെ ഖബർ കണ്ടാലും മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകും, ബാപ്പാന്റെ ഖബർ കണ്ടാലും ചിന്തയുണ്ടാകും. മൊയ്തീൻകുട്ടിന്റെ ഖബർ കണ്ടാല് മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകും എന്നുള്ളത് ബാപ്പാന്റെ ഖബർ കണ്ടാല് മരണത്തെക്കുറിച്ച് ചിന്ത ഉണ്ടാകരുത് എന്നുള്ളതിന് തെളിവാകൂലല്ലോ പൊന്നാര സഖാഫിയെ. രാമൻകുട്ടിന്റേത് മാത്രല്ല, ഓച്ചറ ഉപ്പാപ്പാന്റെ ഖബർ കണ്ടാലും മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകും. നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ടുള്ള ചിന്തകളുണ്ടാകും. നിങ്ങൾക്ക് ഓച്ചറുപ്പാപ്പാന്റെ ഖബർ കണ്ടാൽ ഇതിപ്പോ കൊള്ളാലോ, ഒന്നങ്ങോട്ട് കെട്ടിപ്പൊക്കിയിട്ട് 4 പച്ചത്തുണിയും പിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരുമാനായി എന്നുള്ളതാ ഉണ്ടാകുക. അത് നാൽക്കാലികളുടെ ഖബർ കണ്ടാലും പണ്ടൊരു കഥ പറയാറില്ലേ, ഒരു മുസ്ലിയാര് കുതിരപ്പുറത്ത് പോയി, കുതിരപ്പുറത്ത് പോയിട്ട് കുതിര ചത്തു, അതിനെ കുഴിച്ചിട്ട് അവിടെ ജാരം കെട്ടി, മറ്റൊരു ജാരം അപ്പുറത്ത് തുടങ്ങി, കുതിരയുടെ കുട്ടിയെ ശിഷ്യന് കൊടുത്തിരുന്നു. അപ്പുറത്ത് ആള് കൂടിയപ്പോ പോയിട്ട് അന്വേഷിച്ചപ്പോ ഈ കുതിരയുടെ കുട്ടിയെ അവിടെ ജാരം കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നാൽക്കാലികളുടെ ജാരം ഖബർ കാണുമ്പോഴും നിങ്ങൾക്കുണ്ടാകുന്ന ചിന്ത എന്താണ്? ബിസിനസ്സാണ്. എപ്പോഴെങ്കിലും ഒന്ന് പോയി സിയാറത്ത് ചെയ്യണം. അവരുടെ ഖബറിന്റെ സമീപത്ത് പോയാലും ഇല്ലെങ്കിലും അത് പറ്റൂല. പോണോ പോണ്ടേ എന്ന് പറയണം. പോണമെങ്കിൽ അത് എന്തിനാന്ന് പറയണം. ആര് പറഞ്ഞു അത് പറ്റൂല? പോയാലും ഇല്ലെങ്കിലും പോകാം, പോയാലും ഇല്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇതേ ഉള്ളു പതില്. ഓങ്ങനെ വലിച്ചു നീട്ടി എന്തൊക്കെയാക്കാം. മാതാപിതാക്കളുടെ ഖബറുകൾ പോയിട്ട് സന്ദർശിക്കണം, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നേ അതിൽ പറയുന്നുള്ളൂ. ഒരു 5-10 മിനിറ്റുള്ള ഒരു ക്ലിപ്പിനെ ഓങ്ങനെ വലിച്ചു നീട്ടി എന്തൊക്കെയാക്ക. പാവം സാധു, ആശയദാരിദ്ര്യം അല്ലാതെന്ത് പറയാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്ഹാഖ് നബിക്കും ഇസ്മായിൽ നബിക്കും ആ പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ എന്നിവർക്കും പകർന്നു കൊടുത്ത മന്ത്രം എഴുതിയിട്ടില്ലേ? അറിയൂലെങ്കിൽ പഠിച്ചോ സഖാഫി. മുജാഹിദുകൾ ഇല്ലാത്തതൊന്നും പറയാറില്ല. അതേ, നിനക്ക് അറിയൂല, നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ല. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച മന്ത്രങ്ങളൊന്നുമല്ലല്ലോ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. നിങ്ങളുടെ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പല തകിടുകളിലല്ലേ, പല ഏലസുകളിലല്ലേ, പല കോഴിമുട്ടമ്മേലൊക്കെയല്ലേ നിങ്ങളുടെ മന്ത്രങ്ങളുടെ അടിസ്ഥാനം കിടക്കുന്നത്. എന്നാൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മന്ത്രങ്ങൾ എന്ന് പറയുന്നത് പ്രാർത്ഥനകളാണ്. കേട്ടോ, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഇവരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിക്കാറുണ്ടായിരുന്നു. റസൂല് പറയുകയും ചെയ്യുമ്പോൾ റസൂല് പറയുകയും ചെയ്യും, ഇന്ന അബാകുമാ കാന യുഅവ്വിദു ബിഹാ ഇസ്മാഈല വ ഇസ്ഹാഖ്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവരുടെ പിതാവായിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതുകൊണ്ട് മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ വാചകങ്ങൾ കൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അല്ലാഹുവിന്റെ റസൂൽ മന്ത്രിച്ചിട്ടുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന് പറയുന്ന വാചകങ്ങൾ കൊണ്ട് അതൊന്നും പഠിച്ചിട്ടില്ല, നിനക്ക് അറിയില്ല അല്ലേ? അത് മന്ത്രമല്ലേ, റസൂല് പഠിപ്പിച്ചതല്ലേ, നമ്മൾ ചെയ്യുന്നതല്ലേ? ഇനിയുമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഒരാൾക്ക് വേദന വന്നു കഴിഞ്ഞാൽ അവൻ ബിസ്മില്ലാ എന്ന് ആ വേദനയുള്ള സ്ഥലത്ത് കൈവച്ചുകൊണ്ട് 3 പ്രാവശ്യം ബിസ്മില്ലാ എന്ന് പറയണം. എന്നിട്ട് അവൻ അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു
എന്ന് 7 പ്രാവശ്യം പറയുകയും വേണം. ഇത് റസൂല് പഠിപ്പിച്ച മന്ത്രമല്ലേ? രോഗിയുടെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ ആ രോഗിയുടെ ശരീരത്തിൽ കൈവച്ചിട്ട് രോഗിയെ മന്ത്രിക്കാൻ റസൂല് പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫിഹ് വഅൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുആദിറു സകമാ. റസൂല് പഠിപ്പിച്ചതല്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോൾ അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദും അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസുമൊക്കെ ഓതി കയ്യിലേക്ക് ഊതി അത് ശരീരത്തിലൂടെ തടവുന്ന മന്ത്രം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ലേ? ഇതൊന്നും മുജാഹിദുകൾ എതിർത്തിട്ടില്ല. ഇങ്ങള് കൊണ്ടടക്കുന്ന ഒരുമാതിരിയുള്ള മന്ത്രങ്ങളുണ്ട്, അതൊന്നും ധീരമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് പറയുമ്പോ റസൂല് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന മന്ത്രങ്ങളെ ഞങ്ങൾ എതിർത്തുവന്നോ? മുസ്ലിയാരെ, ഇങ്ങളെ മന്ത്രവാദമല്ല, റസൂല് പഠിപ്പിച്ച മന്ത്രങ്ങളെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഒരൊറ്റ ദിവസവും അവിടുന്ന് ഒഴിവാക്കാതെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു, മുഅവ്വദതൈനി ഓതുന്നു. കൈകൾ കൂട്ടിപ്പിടിച്ചതിലേക്ക് ഊതിയിട്ട് ഈ 3 സൂറത്തുകളും ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തലയും കയ്യെത്താവുന്ന ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളുമൊക്കെ തടവിക്കൊണ്ടല്ലാതെ കിടന്നുറങ്ങാറില്ല. ഇതൊക്കെ ചെജ്ജാനുള്ള തറവാട്ടിൽ നിന്നാ പോലെ എന്തിനാ വഹാബിയാകുക? ഇതൊക്കെ ഒഴിവാക്കാനാ വഹാബിയായത്? ഉള്ള തറവാട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ലേ ചങ്ങായിമാരെ ഇത്? ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കാണോ സാധു? അതോ തെറ്റിദ്ധരിപ്പിക്കാനാണോ? ഒരു പിടുത്തൂല്ല ചങ്ങായിമാരെ. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പഠിപ്പിച്ച മര്യാദകളിൽ പെട്ടതാണ്. ഇതൊക്കെ ഹദീസിൽ വന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പറയുമ്പോ ഇവരൊക്കെ ആദ്യമായിട്ട് കേൾക്കണമായി. തറവാട്ടിൽ നിന്നാ പോലെ ഞങ്ങൾ തറവാട്ടിലാണുള്ളത്. തറവാട്ടിൽ നിന്ന് പോയോ നിങ്ങളല്ലേ? കേരള ജമഅയ്യത്തുൽ ഉലമയിൽ നിന്ന് സമസ്താന്നും പറഞ്ഞ് ഒരു വാലും എടുത്തിട്ട് സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമ എന്നും പറഞ്ഞിട്ട് തറവാട്ടിൽ നിന്ന് പോയോ നിങ്ങളല്ലേ? ഇതൊക്കെ ഒഴിവാക്കാനാണ് വഹാബി ആയത് എന്നുള്ളതാണ് നിങ്ങൾ നാട്ടുകാരോട് പറയുന്നത്. എന്നിട്ട് നാട്ടുകാരാകട്ടെ അത് വിശ്വസിച്ച് നടക്കുകയും ചെയ്യും. എന്നിട്ട് മുജാഹിദുകളിൽ നിന്ന് ഇതൊക്കെ ഉള്ളത് കേൾക്കുമ്പോ അവർ അന്തം വിട്ട് നോക്കുക ഓലിയരെ പിന്നിക്ക്. അപ്പൊ ഓലിയര് മറുകണ്ഠം ചാടുകയാണ്. അപ്പ തുടങ്ങിയതാണ് എന്നുള്ള രൂപത്തില്. അവിടത്തെ തിരുകേശത്തിന്റെ പ്രത്യേകത മറ്റൊരാളുടെ കേശത്തിനില്ല. അവിടെ വസ്ത്രത്തിനുള്ള പ്രത്യേകത മറ്റൊരാളുടെ വസ്ത്രത്തിനില്ല. ഇവിടെയും കഴിഞ്ഞ പരിപാടിയിൽ ആ ഹബീബിന്റെതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ള കേശം ഞങ്ങൾ ആദരിച്ചതിന്റെ പേരിൽ ഞങ്ങളെ പരിഹസിച്ചില്ലേ മൗലവി? പക്ഷേ ആ തിരുകേശം ഇസ്ലാമികമാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് എന്ന് തെളിയിക്കുന്ന ഒരു തെളിവും കയ്യിലില്ല. അതുകൊണ്ടല്ലേ സനദ് ചോദിച്ചപ്പോൾ നസബ് വായിക്കേണ്ടി വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശത്തെ, അതിന്റെ പുണ്യത്തെ, അതിന്റെ ബറക്കത്തിനെ ആരും എതിർത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് കള്ളമുടിയാണ്. ഈ മുടിയെ അംഗീകരിക്കാത്ത ഈ കെ സമസ്തക്കാരും വഹാബികളാണോ? നിങ്ങളത് ബിസിനസിന് വേണ്ടിയിട്ട് കൊണ്ടിടക്കുന്നതാ, അതിന് തെളിവില്ല. നിന്റെ മുടി പോലെയല്ല റസൂലുള്ളാന്റെ മുടി. ലോകത്തൊരാളുടെയും കൈകളെ പോലെയല്ല. ഞങ്ങളുടെ നേതാവിന്റെ കൈയെന്നറിയുമല്ലോ. അതെ, ഞങ്ങളുടെ മുടിക്ക് മാത്രമല്ല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശത്തിന്റെ പ്രത്യേകത ആയിഷ ബീബി ഉമ്മയുടെ മുടിക്കില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുടിക്കും ഇല്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബയുടെ പ്രത്യേകത അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ സഹചാരിയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജുബ്ബക്കില്ലല്ലോ. പിന്നല്ലേ നിങ്ങളെ കാന്തപുരത്തിന്റെ മൂക്ക് തുടച്ച ടിഷ്യൂ പേപ്പർ വരെ വായിലാക്കുന്നതിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്ത് പറയാനാണ്?
സാധാരണ മനുഷ്യനെ പോലെയാണ് അള്ളാന്റെ ഹബീബ് എന്ന് പറയുന്ന ഒരു 250 ബുക്ക് പേരോട് ഉസ്താദിന്റെ അടുത്തുണ്ടാവും. ഒരു 25 ബുക്കിന്റെ അടുത്തുണ്ടാവും. അതിന്റെ മേപ്പെട്ട ഒരു 500 അതിന്റെ മേപ്പെട്ടും പല ആൾക്കാരെ അടുത്തുണ്ടാവും. ആ മൗലവിമാരിപ്പോ കുന്തം ചരിച്ചു വെക്കുകയാണ്. മൗലവിമാര് ഒരു കുന്തവും ചരിച്ചിട്ടില്ല. ഉള്ളതുപോലെ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ അംഗീകരിക്കുന്നവരാണ് മുജാഹിദുകൾ. അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സാധാരണ മനുഷ്യനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലക്കല്ല എന്നുള്ള അർത്ഥത്തിലാ. പുല്ലിന്നമാന ബശറും മിസ്ലുക്കും എന്ന് റസൂല് പറഞ്ഞതല്ലേ? പരിശുദ്ധ ഖുർആന് രേഖപ്പെട്ട് കിടക്കുന്നതല്ലേ? അല്ലാഹു തആല റസൂലിനോട് പറയാൻ പറഞ്ഞതല്ലേ? ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എന്നുള്ളത്. എന്നാൽ റസൂലിലേക്ക് വഹ്യ് വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾക്ക് ബറക്കത്തുണ്ട്. അതുപോലെയുള്ള ഒരുപാട് പ്രത്യേകതകൾ റസൂലിന് ഉണ്ട്. അതിനാരെങ്കിലും ഇവിടെ നിഷേധിച്ചിട്ടുണ്ടോ സക്കാഫി? വെറുതെ പൊട്ടത്തരം പറയുന്നു നീ. അള്ളാന്റെ റസൂലിന് വേണ്ടി ആയിഷ ബീവി ഇങ്ങനെ 3 തവണ ഇതിങ്ങനെ ചൊല്ലിക്കൊടുത്ത് അവർക്ക് വേണ്ടി ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോ മഹദിയോട് അള്ളാന്റെ റസൂല് പറഞ്ഞു, പോ ആയിഷ, അന്ധവിശ്വാസം ചെയ്യല്ലേ, ഖുറാഫാത്ത് ചെയ്യല്ലേ, അങ്ങനെ ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളെ പിതാക്കന്മാര് പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളെ മാതാക്കളും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞ ഒരുപാട് മാതാക്കൾ ഇരുവേറ്റിയിലില്ലേ? ഒരുപാട് പിതാക്കൾ ഇളയൂരിലില്ലേ? ഒരുപാട് മുസ്ലിം നാമധാരികൾ ഇടവണ്ണയിലില്ലേ? ഒരുപാട് മുസ്ലിം മാതാക്കൾ ഒതായിലില്ലേ? അങ്ങനെ ഉറക്കത്തിന്റെ സമയത്തോ ഇത് ഓതിയിട്ട് കയ്യിലേക്ക് ഊതിയിട്ട് ശരീരത്തിൽ തടവുന്നതിനെതിരെ ഇരുവേറ്റിയിലെ മുജാഹിദ് ഉമ്മമാര് സംസാരിച്ചത്, ഉപ്പമാര് സംസാരിച്ചത്, മുജാഹിദുകൾ എതിർത്തത്, ആൺകുട്ടിയാണെങ്കിൽ ഒന്ന് കൊണ്ടുവാടോ. വിശുദ്ധ പ്രമാണങ്ങളെ പ്രാമാണികരിൽ നിന്ന് നടത്തിയെടുത്ത് മൗലവിമാരിലേക്ക് ചേർത്തി വെച്ചപ്പോണ്ടായ മുസീബത്താണ്. ആ മുസീബത്ത് അനുഭവിക്കേണ്ടി വന്നത് മുജാഹിദുകളല്ല, മറിച്ച് നിങ്ങളെ സഖാഫിമാർ പരിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനിച്ച് അതുപോലെ തന്നെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ട് ഈ സമുദായത്തെ നിങ്ങളുടെ കേവലമായ ഉദരപൂരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചപ്പോ ഈ സമുദായമല്ലേ നിങ്ങളെ പേറേണ്ടി വന്നത്? അതിന്റെ പേരിൽ ഈ സമുദായമല്ലേ അനുഭവിക്കേണ്ടി വന്നത്? മുജാഹിദുകൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് പഠിപ്പിക്കും. അതിന് ആരെയും ഞങ്ങൾ പേടിക്കൂല. റസൂല് പഠിപ്പിച്ചതാണോ, സ്വഹാബത്ത് കൊണ്ടു നടന്നതാണോ, താബിഈങ്ങൾ കൈമാറിയതാണോ, തബഉ താബിഈങ്ങൾ എത്തിച്ചു തന്നതാണോ, പിന്നെ ഞങ്ങൾക്ക് നോട്ടമില്ല. അതുകൊണ്ട് മുസ്ലിയാരെ തെറ്റിദ്ധരിപ്പിക്കൽ നിർത്തിക്കോ. തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന നിങ്ങളുടെ കുഞ്ഞാടുകളല്ല, ന്യൂ ജനറേഷൻ പിള്ളേര് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വെപ്രാളമാണ് നിങ്ങൾക്ക്. അവര് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. മുജാഹിദുകളെ അന്ധമായിട്ട് എതിർത്തിരുന്ന, മുജാഹിദുകളെ അന്ധമായിട്ട് കല്ലെറിയാൻ നടന്നിരുന്ന ആളുകള് ചിന്താശേഷിയുള്ളവരായി നിങ്ങളെ എത്ര തടുത്തു നിർത്തിയിട്ടെന്താ? നിങ്ങൾ എത്ര തടുത്തു നിർത്തിയിട്ടെന്താ? ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് കേവലമായ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അതിനെ ഊതിക്കെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് സഖാഫി പറഞ്ഞു തരാം, സൂര്യനെ ഊതിക്കെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെയാണ്. അതിനെ ഊതിക്കെടുത്താൻ നിങ്ങൾക്ക് ശ്രമിച്ചിട്ട് സാധിച്ചാലും ഒരിക്കലും തന്നെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രയാണത്തെ തടയിടാൻ നിങ്ങളുടെ ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കൊണ്ട് സാധ്യമല്ല. ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫി പറഞ്ഞത് ഇസ്ലാമിന്റെ കാര്യങ്ങളാണ്, അള്ളാന്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇതിനെ മുജാഹിദുകൾ എതിർത്തതായിട്ട് ആദ്യം തെളിയിക്ക്, എന്നിട്ടിപ്പോൾ മാറ്റി പറഞ്ഞു എന്ന് പറ. അതിന് നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം ഒരു കാലഘട്ടത്തില് മുജാഹിദുകളെ കുറിച്ച് ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇവർക്ക് ദിക്റില്ല, ഇവർക്ക് സ്വലാത്തില്ല, ഇവർ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചെല്ലാത്തവരാണ്, ഇവർക്ക് പ്രവാചകനില്ല,
ഇവർക്ക് ദുആ ഇല്ല, ഇവർക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ദീനിൽ നിന്ന് അകന്നു പോയവരാണ് ഇവർ എന്ന് ജനങ്ങളോട് പറയുകയും, എന്നാൽ ജനങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പോ, മുജാഹിദുകളെ കേൾക്കാൻ തുടങ്ങിയപ്പോ, മുജാഹിദുകളെ കേൾക്കരുത്, അത് ഹറാമാണെന്ന് പഠിപ്പിച്ച് മുജാഹിദുകളെ കേൾക്കാൻ തുടങ്ങിയപ്പോ ആളുകൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി ഇവരുടെ കയ്യിലാണ് ഹക്കുള്ളത്, ഇവരാണ് സത്യം പറയുന്നവര്, ഇവരാണ് റസൂല് പഠിപ്പിച്ചത് കൊണ്ട് നടക്കുന്നവര്, ഇവര് റസൂല് പഠിപ്പിച്ച ദിക്റുകളെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജീവിതത്തിലുടനീളം ഒരു മനുഷ്യൻ എണീറ്റ് അവന്റെ കിടക്കപ്പായയിലേക്ക് പോകുന്നത് വരെ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകളാകട്ടെ, ദിക്റുകളാകട്ടെ ഇവർ ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവരുടെ ഭ്രാന്തൻ ദിക്റുകളുണ്ടല്ലോ, ഈ മുസ്ലിയാക്കന്മാർ കൊണ്ട് നടക്കുന്ന ഭ്രാന്തൻ ദിക്റുകൾ, ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ ഹജറ ഇല്ലല്ലാ, ലാ ഷജറ ഇല്ലല്ലാ, ലാ ബത്ന ഇല്ലല്ലാ, ഹാ ഹീ ഹൂ ഹൈ എന്നുപോലെയുള്ള ഭ്രാന്തൻ ദിക്റുകളെയാണ് ഇവരെ എതിർക്കുന്നത്. ഇവരാണ് ഒറിജിനലായിട്ട് സ്വലാത്ത് ചെല്ലുന്നവര്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട സ്വലാത്തുകളെയാണ് ഇവരെ എതിർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നോമ്പെടുക്കുന്നവര്, ഇവര് യഥാർത്ഥത്തിൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച നോമ്പുകൾ എടുക്കുന്നവർ ഇവരാണ്. എന്നാൽ കെട്ടിയുണ്ടാക്കപ്പെട്ട യാതൊരു തെളിവുമില്ലാത്ത ദീനിന്റെ പേരിലേക്ക് പിന്നീട് കടത്തിക്കൂട്ടപ്പെട്ട നോമ്പുകളെയും അതുപോലെയുള്ള 12 റക്അത്ത് മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കണമെന്ന് പറയുന്ന ഇതുപോലെയുള്ള പൊട്ടൻ നമസ്കാരങ്ങളെയും ഒക്കെ, റായിബ് നമസ്കാരങ്ങൾ പോലെയുള്ള ബിദ്അത്തായിട്ടുള്ള നമസ്കാരങ്ങളെയും ഒക്കെയാണ് ഇവർ എതിർത്തിട്ടുള്ളത്. ഖബർ സിയാറത്ത് ഇവർ അംഗീകരിക്കുന്നവരാണ്. ആ സിയാറത്ത് ടൂറിനെയാണ് ഇവർ എതിർത്തിട്ടുള്ളത്. ഖബറാളികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിനെ ഇവർ അംഗീകരിച്ചവരാണ്. ഖബറാളികളോട് പ്രാർത്ഥിക്കുന്നതിനെയാണ് ഇവരെ എതിർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പേപ്പട്ടി വിഷ നിവാരണത്തിനോ കുട്ടികളെ കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടോ ഭ്രാന്ത് മാറുന്നതിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഖബർ സിയാറത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുന്നവരാണ് ഇവര്. തസ്ബീത്തിനെ ഇവർ അംഗീകരിക്കുന്നവരാണ്. അത് റസൂല് പഠിപ്പിച്ചതാണ്. സലൂലഹു അത്തസ്ബീത്ത് എന്ന് റസൂല് പഠിപ്പിച്ചതാണ്. എന്നാൽ തൽക്കീന് റസൂല് പഠിപ്പിക്കാത്തത് കൊണ്ട് ഇവരെ എതിർക്കുന്നതാണ്. ഇതുപോലെയുള്ള ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത്ത എന്ന് പറഞ്ഞ് റസൂല് പറഞ്ഞില്ലേ, മരണപ്പെട്ടവന്റെ വീട്ടിലാകട്ടെ, മയ്യത്തിന്റെ അടുക്കല്, അതുപോലെ തന്നെ രോഗിയുടെ അടുക്കലൊക്കെ വന്നാൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് റസൂല് പറഞ്ഞു. പക്ഷേ അവിടെ ഒരു കൂട്ടുപ്രാർത്ഥന റസൂല് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ കൂട്ടമായിട്ടിരുന്ന് മുജാഹിദുകൾ, അവിടെ മരണ വീട്ടിൽ ഒരാൾ പ്രാർത്ഥിക്കുകയും മറ്റുള്ള ആളുകൾ അതിന് ആമീൻ പറയുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം അള്ളാന്റെ റസൂല് കാണിച്ചു തന്നിരുന്നുവെങ്കിൽ മുജാഹിദുകൾ അത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു. അത് കാണിച്ചു തരാത്തത് കൊണ്ടാണ് മുജാഹിദുകൾ ആ രൂപത്തിൽ അങ്ങനെ ചെയ്യാത്തത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആളുകളെ ചൂഷണം ചെയ്യുകയാണ്. അവിടെയും എവിടെയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗാന്ധിത്തല മാത്രമാണ് പ്രശ്നം. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അഫ്ദലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്തിന്റെ കൂടെ പോയിട്ടില്ലേ? സ്വഹാബത്ത് പോയിട്ടില്ലേ? സ്വഹാബത്ത് മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോയിട്ടില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിരുന്നോ? നിങ്ങൾ പോലും അംഗീകരിക്കുന്നതല്ലേ? അത് സലഫിന്റെ ആദാത്തുകളിൽ പെട്ടതല്ല. സലഫുകൾ മിണ്ടാതെ പോകലായിരുന്നു ചെയ്തിരുന്നത് എന്ന് നിങ്ങൾ പോലും അംഗീകരിക്കുന്നവരല്ലേ? എന്നിട്ട് ആ സലഫുകളെ തള്ളിയിട്ട് ബിദ്അത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ട് മുജാഹിദുകൾക്കെതിരെ നിങ്ങൾ തിരിയുന്നു. മുജാഹിദുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ തെളിവ് ചോദിക്കുക. ഞങ്ങൾ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്, ആ ഹദീസിനും ആയത്തിനുമൊക്കെ പണ്ഡിതന്മാര് കൊടുത്ത ഷറഹുകളും തഫ്സീറുകളും ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ വെക്കാം. നിങ്ങൾ ചെയ്യുന്ന അമലുകൾക്ക് തെളിവ് ചോദിച്ചാൽ ഒരഡ്രസ്സും ഉണ്ടാവുകയില്ല എന്നുള്ളത് ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സഖാഫിയോട് പറയാനുള്ളത്, മുജാഹിദുകൾ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇവിടെ ഹുസൈൻ സലഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിച്ചിരുന്നു എന്ന് ആദ്യം തെളിയിക്ക, എന്നിട്ടിപ്പോൾ അംഗീകരിച്ചു എന്നുള്ളത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്ക. അന്നും അംഗീകരിച്ചിട്ടുണ്ട്, ഇന്നും അംഗീകരിച്ചിട്ടുണ്ട്, എന്നും അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജനങ്ങളുടെ കണ്ണുകളിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തനം മാത്രമാണിത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.